ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ കൊണ്ട് ഇംഗ്ലീഷ് കുറച്ച് വാക്കുകൾ മാത്രം അറിയാം, എന്നാൽ അതിന് ഗ്രാമർ അറിയില്ല. അതിലത്തെ മറ്റുള്ള റൂളുകളും നിയമങ്ങളും ഒരു വാചകം ഉണ്ടാക്കാനൊന്നും ഇംഗ്ലീഷിൽ അറിയില്ല. എന്നാൽ കുറേ വാക്കുകൾ അറിയാൻ താനും. അതിൻ്റെ അടിസ്ഥാന ഗ്രാമർ ഉണ്ട്. ഇംഗ്ലീഷ് എവിടെയാണ് പഠിച്ചു തുടങ്ങേണ്ടത് എന്നറിയില്ല. എവിടെ പഠിച്ചാലാണ്, ഏത് വിട്ട് പഠിച്ചാലാണ്, എവിടെ വെച്ചിട്ടാണ് തുടങ്ങേണ്ടത്, ഇതൊന്നും അറിയാത്തവർ ധാരാളം പേര് ഉണ്ടായിരിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അവർക്കൊക്കെ ഇത് ഗുണം ചെയ്യും. ഒരു അടിസ്ഥാനമില്ല ഇംഗ്ലീഷിൽ, കുറച്ച് വാക്കുകൾ അറിയാം, ആ വാക്കുകളുടെ അർത്ഥം അറിയാം, വേറൊന്നും അറിയില്ല. അങ്ങനെയുള്ളവർക്ക് ഈ വീഡിയോ വളരെയധികം ഉപകാരപ്പെടും. തുടക്കമാണിത്, തുടക്കം. കുട്ടികൾക്ക്, സ്കൂൾ കുട്ടികൾക്ക് കുറച്ച് വാക്കുകൾ അറിയാം, പക്ഷെ അവർക്ക് ടെൻസും മറ്റുമൊന്നും അറിയില്ല. അടിസ്ഥാന ഗ്രാമർ എന്താണ്, ഇംഗ്ലീഷ് എങ്ങനെ പഠിക്കണം, എവിടെ പഠിച്ചാലാണ് ഇംഗ്ലീഷ് പഠിക്കുക, എവിടെ നിന്നാണ് തുടങ്ങേണ്ടത് എന്നത് അറിയാത്തവർക്ക് ഇത് വളരെയധികം ഗുണം ചെയ്യും. നമ്മൾ ഇംഗ്ലീഷ് പഠിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, എന്താണ് ഇംഗ്ലീഷിൽ പഠിക്കേണ്ടത്? ആദ്യം കുറേ വാക്കുകൾ പഠിച്ചാൽ മതി, അതുകൊണ്ടാവില്ല. ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യണമെങ്കിൽ അതിന് അടിസ്ഥാന റൂളുണ്ട്, അതിന് വ്യാകരണം, ഗ്രാമർ എന്ന് പറയുന്നത്. അത് തന്നെ നമ്മൾ പഠിക്കണം. അപ്പോൾ ഏതാണ് ഗ്രാമർ, എവിടെ വെച്ചിട്ടാണ് നമ്മൾ പഠിക്കേണ്ടത്, എവിടെ വെച്ച് പഠിച്ചാലാണ് നമ്മൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനോ എഴുതാനോ കഴിയുക, അതിനെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത്. അത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, എവിടെ വെച്ചിട്ടാണ് പഠിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് പറയുന്നത് മാത്രമല്ല, ഒരു സെൻറ്റൻസ് തുടങ്ങുന്നുണ്ടത് എങ്ങനെയാണ്, എന്തൊക്കെയാണ് അതിന് വേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ച്, പുസ്തകമുള്ളവരാണെങ്കിൽ ഒരു പേനയും പുസ്തകം എടുത്തിട്ട് എഴുതി വെച്ചാൽ വലിയ ഉപകാരമാവും. നിങ്ങൾക്ക് തന്നെ അത് ഭാവിയിൽ ഉപകരിക്കും. അടിസ്ഥാന ഗ്രാമറാണ് പറയാൻ പോകുന്നത്. അടിസ്ഥാന ഗ്രാമർ പഠിച്ചാൽ മറ്റെല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് സ്വയം മറ്റെല്ലാ കാര്യങ്ങളും പഠിച്ചെടുക്കാൻ കഴിയും. അടിസ്ഥാന ഗ്രാമർ പഠിച്ചാൽ, അടിസ്ഥാന ഗ്രാമറാണ് ഓർഡറിൽ പഠിക്കേണ്ടത്. അത് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് സ്വയം മുന്നേറാൻ കഴിയും. മറ്റുള്ളതൊക്കെ സ്വയം പഠിച്ചെടുക്കാവുന്നതുള്ളൂ ഇംഗ്ലീഷിൽ. അപ്പോൾ നമുക്ക് പഠിക്കേണ്ടത് എന്താണ്? അടിസ്ഥാനമായിട്ടുള്ള ഗ്രാമറാണ് പഠിക്കേണ്ടത്. ഏതാണ് അടിസ്ഥാനമായിട്ടുള്ള ഗ്രാമർ എന്നത് നോക്കാം നമുക്ക്. നമ്മളിപ്പോൾ ഞാനീ പറയുന്നത് പോലെ നിങ്ങൾക്കൊരു സെൻറ്റൻസ് പറയണം. അവൻ സ്കൂളിൽ പോകുന്നു, അവൻ ചായ കുടിക്കുന്നു, അവൻ എഴുതുന്നു, പറയുന്നു, പോകുന്നു. ഇതൊക്കെ നമ്മൾ ഇംഗ്ലീഷിൽ പറയണം. അപ്പോൾ ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? അപ്പോൾ നമുക്ക് ചെറിയൊരു സെൻറ്റൻസ് തന്നെ എടുത്ത് നോക്കാം. വളരെ 2 വാക്കുകളുണ്ട്. അവൻ പോകുന്നു എന്നാണ് പറയേണ്ടതെങ്കിൽ അതിൽ അവനുണ്ട്, പോകുന്നു എന്നുള്ളതുണ്ട്. 2 വാക്കുകളാണ്. ഈ 2 വാക്കുകളും 2 വ്യത്യാസപ്പെട്ട വാക്കുകളാണ്. കാരണം എന്താ? അവൻ എന്ന് പറയുന്നത് ഒരാളാണ്, പോകുക എന്നുള്ളൊരു പ്രവൃത്തിയാണ്. അവൻ പോകുകയാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ സെൻറ്റൻസിൽ 2 വാക്കുകളുള്ള സെൻറ്റൻസിൽ അവനാണ് ആദ്യം വന്നത്, പിന്നെ വന്നു പോകുക എന്നുള്ളത്, പോകുന്നു. ഇതിൽ അവൻ എന്നുള്ളതിന് നമ്മൾ ഇംഗ്ലീഷിൽ സബ്ജക്റ്റ് എന്ന് പറയും. അങ്ങനെ സെൻറ്റൻസിൻ്റെ ആദ്യത്തിൽ വന്നില്ലേ, അത് സബ്ജക്റ്റ്. പിന്നെ പോകുക എന്നുള്ളത് പ്രവൃത്തി. അപ്പോൾ നമ്മൾ ആദ്യമുള്ള സബ്ജക്റ്റിനെ കർത്താവ് എന്ന് മലയാളത്തിൽ പറയും. സബ്ജക്റ്റ്, കർത്താവ് ആദ്യം സെൻറ്റൻസിൽ വരുന്നത്. പിന്നെ വരുന്ന പോകുക എന്നുള്ള ക്രിയ, അതിന് ക്രിയ എന്നാണ് പറയുക, വെർബ് എന്നാണ് പറയുക. ഒരു പ്രവൃത്തി, ഒരു ആക്ഷൻ, അതിന് നമ്മൾ ക്രിയ എന്ന് പറയും. ഇത് നമ്മൾ അടിസ്ഥാനമായിട്ട് പഠിക്കണം. എന്താണ് സബ്ജക്റ്റ്, എന്താണ് വെർബ്, ക്രിയ എന്നുള്ളത്. സബ്ജക്റ്റ് എന്താണോ ചെയ്യുന്നത് അത് തന്നെയാണ് വെർബ്, ക്രിയ. അയാൾ എന്തപ്പോൾ ഞാൻ പറയുന്നു, അപ്പം ഞാൻ ആയി, അതാണ് അത് ആ സെൻറ്റൻസിലത്തെ കർത്താവ്. പറയുന്നു എന്നുള്ളത് ക്രിയ, വെർബ്. അപ്പോൾ ഐ സ്പീക്ക്, ഐ സേ, ഐ ടെൽ, ഈ രീതിയിലൊക്കെ ആവാം. ഇതിൻ്റെയൊക്കെ ഡിഫറൻസ് നമുക്ക് പിന്നീട് പഠിക്കാം. ഒരു സെൻറ്റൻസ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നാണ് ആദ്യം നമ്മൾ പഠിക്കേണ്ടത്. അതിനെന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത്. അപ്പോൾ ആദ്യം ഒന്ന് മനസ്സിലായി, ഒരു സബ്ജക്റ്റ് വേണം ഒരു സെൻറ്റൻസിന്, ഒരു ചെയ്യുന്ന ഒരാൾ വേണം. അത് ചിലപ്പോൾ ആളാവാം, അല്ലെങ്കിൽ ഒരു വസ്തു ആവാം, ഒരു പേരാവാം, പലതും ആവാം. ഒരാളിനെ ആയിക്കൊള്ളണം എപ്പോഴാണ്, എല്ലായ്പ്പോഴും സബ്ജക്റ്റ് എന്നൊന്നും ഇംഗ്ലീഷിലും ഇല്ല, മലയാളത്തിലും ഇല്ല. അപ്പോൾ കാറ്റടിക്കുന്നു എന്ന് നമ്മൾ പറയും, അതിൽ കാറ്റാണ് അടിക്കുന്നത്, കാറ്റൊരു സബ്ജക്റ്റാണ്. അപ്പോൾ മനുഷ്യന്മാർ തന്നെയാണ് ഇതിൽ സബ്ജക്റ്റായിട്ട് വരൂ എന്ന് നിർബന്ധമൊന്നുമില്ല. ആളുകളുടെ പേരാവാം, മൃഗങ്ങളാവാം, പക്ഷികളാവാം, കാറ്റാവാം, വെള്ളമാവാം, എന്തും ആവാം സബ്ജക്റ്റ്. പക്ഷെ അതിനുശേഷം ഒരു വെർബ് ഉണ്ടാവും, ഒരു ക്രിയ ഉണ്ടാവും. അപ്പോൾ ആദ്യമായിട്ട് പഠിക്കേണ്ടത് നമ്മൾ സബ്ജക്റ്റ്, അത് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ വെർബാണ് വേണ്ടത്. ഒരു പ്രവൃത്തി, എന്തെങ്കിലും പാടുക, പറയുക, പ്രേമിക്കുക, എഴുതുക, കരയുക, മരിക്കുക, ഇതൊക്കെ വെർബുകളാണ്. അപ്പോൾ അവൻ സ്കൂളിൽ പോകുന്നു, ഹി എന്താണ്, അവൻ ഗോസ് ടു സ്കൂൾ, അവൻ സ്കൂളിൽ പോകുന്നു. ഗോ എന്നുള്ളത് ഒരു വെർബാണ്. അപ്പോൾ വെർബ് 2-3 തരം ഉണ്ട്, അതും പഠിക്കണം ഇതിൻ്റെ കൂടെ. വെർബ്, ക്രിയ, ക്രിയ 3 ഉണ്ട്. മലയാളത്തിലും ധാരാളം ഉണ്ട്. നമ്മൾ പറയില്ലേ, പോയി, പോകുന്നു, പോയിരിക്കുന്നു, ഇതൊക്കെ തന്നെയാണ് വെർബ്. അത് ഇംഗ്ലീഷിലും ഉണ്ട്. നമ്മൾ മലയാളത്തിലുള്ളത് കൊണ്ട് നമുക്ക് മലയാളം നന്നായിട്ട് അറിയുന്നത് കൊണ്ട് മലയാളം അറിയാൻ പറ്റും. എഴുതി, പോയി എന്നൊക്കെ പറയാൻ കഴിയും. പക്ഷേ ഇംഗ്ലീഷിലും അതുണ്ട്, അത് പഠിക്കണം.
അത് പഠിക്കുക എന്നുള്ളത് വലിയ മഹാകാര്യമല്ല, ധാരാളമുണ്ട്. അടിസ്ഥാന ഗ്രാമർ, ഒരു സെൻറ്റൻസ് ഉണ്ടാക്കുന്നതാണ് സത്യത്തിൽ നമ്മൾ തുടക്കത്തിൽ പഠിക്കേണ്ടത്. ഒരു സെൻറ്റൻസ് എങ്ങനെ ഉണ്ടാക്കാം, ആ സെൻറ്റൻസിന് എന്തൊക്കെയാണ് വേണ്ടത്, ആ വേണ്ടതിൽ എന്തൊക്കെയാണ് നിയമങ്ങൾ എന്നാണ് നമ്മൾ അടിസ്ഥാനപരമായിട്ട് പഠിക്കേണ്ടത്. അപ്പോൾ ഒരു സെൻറ്റൻസ് ഉണ്ടാക്കുമ്പോൾ ആദ്യം ഒരു സബ്ജക്റ്റ് വേണം, പിന്നെ ഒരു ക്രിയ വേണം, ഒരു പ്രവൃത്തി ചെയ്യുന്നത്. ഇപ്പോൾ കാറ്റടിക്കുന്നു, ആ അടിക്കുക എന്നുള്ളത് ഒരു വെർബാണ്, ഒരു ക്രിയയാണ്. അപ്പോൾ അവൻ സ്കൂളിൽ പോകുന്നു, 2 വാക്കുകളേ ഉള്ളൂ അതിൽ. അവൻ പോകുന്നു സ്കൂളിൽ. നമ്മൾ മലയാളത്തിൽ പറയുന്ന രീതി എങ്ങനെയാണ്? ഒരു സെൻറ്റൻസ് അവൻ സ്കൂളിൽ പോകുന്നു. പക്ഷേ ഇംഗ്ലീഷിൻ്റെ രീതി അങ്ങനെയല്ല. അവൻ പോകുന്നു സ്കൂളിൽ, അങ്ങനെയാണ് പറയുക ഇംഗ്ലീഷിൽ. മലയാളത്തിൽ നിന്ന് നേരെ വിഭിന്നമായിട്ട് നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ അവൻ സ്കൂളിൽ പോകുന്നു, ഇംഗ്ലീഷിൽ അവൻ പോകുന്നു സ്കൂളിൽ, ഈ രീതിയാണ്. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ സെൻറ്റൻസ് എഴുതി പഠിക്കേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം, അവൻ എന്താണ്? ഹി. അതൊക്കെ ഇത് നിങ്ങൾ പഠിച്ചു വെക്കണം. ഹി, ഷി, ഇറ്റ്. ഹി, ഷി, ഇറ്റ് എന്നുള്ളത് ഏകവചനമാണെന്ന് പഠിച്ചു വെക്കണം. എന്താണ് ഏകവചനം? ഒന്നാണ്. ഹി എന്ന് പറഞ്ഞാൽ അവനാണ്, ഒരാളേ ഉള്ളൂ, ഒന്നിൽ കൂടുതലില്ല. ഷി എന്ന് പറഞ്ഞാലും ഒന്നാണ്, ഒരാളാണ്, ഒരു പെൺകുട്ടി, അവൾ ഒരാളാണ്. അപ്പോൾ അത് ഒന്നിൽ കൂടുതലാകുമ്പോൾ അതിനെ നമ്മൾ ബഹുവചനം എന്ന് പറയും. ഒന്നാവുമ്പോൾ ഏകവചനമെന്നും സിംഗുലർ എന്നും, ഒന്നിൽ കൂടുതലാവുമ്പോൾ, രണ്ടല്ല, ഒന്നിൽ കൂടുതലാവുമ്പോൾ നമ്മളതിനെ ബഹുവചനം എന്നും പറയും, പ്ലൂരൽ എന്നും പറയും. അപ്പോൾ ഏകവചനം സിംഗുലർ, ബഹുവചനം പ്ലൂരൽ. സബ്ജക്റ്റ് കർത്താവ്, പ്രവൃത്തി ചെയ്യുന്നത് കർത്താവ്. പിന്നെ അതിനുശേഷം വരുന്നത് വെർബ്, ക്രിയ. ഈ വെർബിന് 2-3 രൂപങ്ങൾ വേറെ ഉണ്ട്. നേരത്തെ പറഞ്ഞില്ലേ, പോകുന്നു, പോയി, പോയിട്ടുണ്ട്, ഈ രീതിയിൽ ഇംഗ്ലീഷിലും ഉണ്ട്. അപ്പം നമ്മളൊരു വെർബ് എടുക്കുക, ടേക്ക് എന്നുള്ളൊരു വെർബ് എടുക്കുക. ടേക്കിന് 3 രൂപമുണ്ട്. എടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ അതിനൊരു പാസ്റ്റ് രൂപം കൂടി ഉണ്ട്, ടുക്ക്. അതിന് വേറെ ഒരു രൂപമുണ്ട്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. എല്ലാ വെർബുകൾക്കും ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഇതിൽ പിന്നെ വകഭേദങ്ങളൊക്കെ വരുന്നുണ്ട്, ഇപ്പം ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. 3 വെർബുകളുണ്ട്, ടേക്ക്, ടുക്ക്, ടേക്കൺ. ആദ്യത്തെ വെർബിനെ പ്രസൻറ്റ് രൂപം എന്ന് പറയും, ടേക്കിന്. ടുക്കിനെ നമ്മൾ പാസ്റ്റ് രൂപം എന്ന് പറയും. ടേക്കൺ എന്ന മൂന്നാമത്തെ വെർബിനെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ രൂപം എന്നാണ് പറയുക. അപ്പോൾ നമ്മൾക്ക് ഒരു സെൻറ്റൻസ് ഉണ്ടാക്കുമ്പോൾ എന്താണ് വേണ്ടത്? ആദ്യം ഒരു സബ്ജക്റ്റ് വേണം, കർത്താവ് വേണം, പിന്നെ ആ കർത്താവ് ചെയ്യുന്നൊരു പ്രവൃത്തി, ഓടുക, ചാടുക, ചായ കുടിക്കുക, കുളിക്കുക, പാടുക, ഇതൊക്കെ എന്തോ ആവാം, അതൊക്കെ വെർബുക. പൂവ് എന്നുമില്ല, പൂവ് ഒരു വെർബല്ല, ഒരു പേരാണ്, സാധനത്തിൻ്റെ ഒരു ഫ്ലവർ പേരാണ്. അപ്പോൾ ഒരു പ്രവൃത്തിയാണ് നമുക്ക് ആവശ്യം. അപ്പോൾ അവൻ എഴുതുന്നു ആണ് പറയേണ്ടതെങ്കിൽ ഹി, പിന്നെ നമുക്ക് വെർബ് വേണം. എഴുതുക എന്നുള്ള വെർബ് റൈറ്റ് എന്നാണ് ഇംഗ്ലീഷിൽ. ഇതിന് 3 രൂപമുണ്ട്. എല്ലാ വെർബുകൾക്കും 3 രൂപം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, റൈറ്റിനുണ്ട്. അപ്പോൾ റൈറ്റിൻ്റെ 3 രൂപം റൈറ്റ്, റോട്ട്, റിട്ടൺ. റൈറ്റ് എന്നുള്ള ആദ്യത്തെ രൂപത്തിന് നമ്മൾ പ്രസൻറ്റ് രൂപം എന്ന് പറയും, റോട്ടിന് പാസ്റ്റ് രൂപം എന്ന് പറയും, റിട്ടണിന് പാസ്റ്റ് പാർട്ടിസിപ്പിൾ രൂപം എന്നും പറയും. അപ്പോൾ അവൻ പോകുന്നു അല്ലെങ്കിൽ അവൻ എഴുതുന്നു എന്ന് പറയണമെങ്കിൽ ആദ്യത്തെ പ്രസൻറ്റ് രൂപത്തിനെ നമ്മൾ എടുക്കണം. ആദ്യത്തെ പ്രസൻറ്റ് രൂപത്തിന് എടുക്കണം. 3 വെർബിന് 3 രൂപം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവൻ എഴുതുന്നു, അവൻ എന്താ ഇംഗ്ലീഷ്? ഹി. ഹി ആണെങ്കിൽ അവൻ ഒരാളാണ്. അപ്പോൾ റൈറ്റ് എന്നുള്ള പ്രസൻറ്റ് രൂപം എടുക്കുക, അതിനോട് കൂടെ ഒരു യെസ് എന്ന് നമ്മുടെ വക എന്ന് ചേർക്കുക, കിടക്കട്ടെ ഒരു യെസ് നമ്മുടെ വക. എന്തുകൊണ്ടാണ്? ഹി ഒരാളായതുകൊണ്ട് ആ വെർബിനോട് കൂടെ നമ്മൾ യെസ് ചേർത്തു. അപ്പോൾ എന്തായി? അവൻ എഴുതുന്നു. ഹി റൈറ്റ്സ്. ഒരു സെൻറ്റൻസ് ഉണ്ടാക്കി നമ്മൾ. അതിന് നമുക്കൊരു സബ്ജക്റ്റ് ആവശ്യമായിട്ട് വന്നു, ഒരു വെർബ് ആവശ്യമായിട്ട് വന്നു. ഏത് വെർബാണ് ഉപയോഗിക്കേണ്ടത്? വെർബിൽ 3 രൂപമുള്ള ആദ്യത്തെ രൂപം. വെർബ് 1, വെർബ് 2, വെർബ് 3 നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആദ്യത്തെ പ്രസൻറ്റ് രൂപമാണ് നമ്മൾ ഉപയോഗിച്ച്. ഹി റൈറ്റ് എന്നുള്ള വെർബിനോട് കൂടെ, റൈറ്റ് എന്നാണ് പ്രസൻറ്റ് രൂപം, അതിനോട് കൂടെ നമ്മുടെ വക ഒരു യെസ് ചേർത്തു. ഇത് ഈ ഒരു നിയമമാണ്. ഹി റൈറ്റ്സ്, അവൻ എഴുതുന്നു. ഇനി അവൻ പോകുന്നു എന്നാണ് പറയേണ്ടതെങ്കിലോ, ഇതിൽ വേറെ അർത്ഥങ്ങളുണ്ട്, നമ്മളത് പഠിച്ചിട്ട് കൺഫ്യൂസ് ആവേണ്ട. ഈ രീതിയിൽ പഠിച്ച് എളുപ്പത്തിൽ പഠിച്ച് പോയതിന് ശേഷം പിന്നീട് മറ്റുള്ള അർത്ഥങ്ങളെക്കുറിച്ച് പഠിക്കാം. ചിലപ്പോൾ ഒരു പക്ഷേ എല്ലാം കൂടി കേട്ട് കഴിഞ്ഞ് കൺഫ്യൂസ് ആവേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് പറയാതിരിക്കുന്നത്. അടുത്ത ക്ലാസ്സിലോ അല്ലെങ്കിൽ ഇത് നമ്മൾ തറവായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് പോകാം. ഇതൊരു ബേസാണ്. ഇംഗ്ലീഷ് പഠിക്കേണ്ടവർ ഏറ്റവും ആദ്യം പഠിക്കേണ്ട ഒരു തുടക്കം ക്ലാസ്സാണിത്. കുറച്ച് വാക്കുകൾ മാത്രം അറിയാം, അവർക്ക് ടെൻസ് അറിയില്ല, ഒരു സെൻറ്റൻസ് ഫോം ചെയ്യാൻ അറിയില്ല, ഒരു സെൻറ്റൻസ്, ഒരു വാചകം ഇംഗ്ലീഷിൽ ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് ഉള്ള അടിസ്ഥാനമായിട്ടുള്ള ക്ലാസ്സാണിത്. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ആദ്യം സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ കർത്താവ്, പ്രവൃത്തി ചെയ്യുന്ന ആൾ. അതിനുശേഷം ഒരു സെൻറ്റൻസ് ഉണ്ടാക്കണമെങ്കിൽ ഒരു വെർബ് വേണം. വെർബിന് 3 രൂപം ഉണ്ടെന്ന് പറഞ്ഞു. ഈ പറയുന്ന സെൻറ്റൻസിൽ നമ്മൾ യെസ് ചേർക്കണം വെർബിനോട് കൂടെ എന്ന് പറഞ്ഞു. ഈ സെൻറ്റൻസിൻ്റെ രൂപങ്ങളെ നമ്മൾക്ക് പ്രസൻറ്റ് സിമ്പിൾ ടെൻസ് എന്ന് പറയാം. നമ്മൾ വർത്തമാനകാലം, ഭൂതകാലം, ഭാവി കാലം എന്ന് മലയാളത്തിൽ പറയില്ല, അതുപോലെ തന്നെ ഇംഗ്ലീഷിലും അങ്ങനെ
ടെൻസുകളുണ്ട്, കാലങ്ങളുണ്ട്. അങ്ങനെ പ്രസൻറ്റ് ടെൻസ് വർത്തമാനകാലത്തിൽ 4 എണ്ണം ഉണ്ട്. ഇതുവരെ നമ്മൾ പറഞ്ഞിരുന്നത് പ്രസൻറ്റ് സിമ്പിൾ എന്ന് പറയുന്ന ആദ്യത്തെ ടെൻസിൻ്റെ റൂളാണ്. എന്താണ്? അവൻ ഒരാളാണ്, ഒരാൾ വരുമ്പോൾ ഒരു വെർബിനോട് കൂടെ നമ്മൾ യെസ് ചേർക്കണം എന്ന് പറഞ്ഞു. പ്രസൻറ്റ് സിമ്പിളാണ്. അപ്പോൾ ഇതിൽ അർത്ഥം എങ്ങനെയാണ് വരിക? എഴുതുന്നു, പറയുന്നു, പോകുന്നു, ചെയ്യുന്നു, കഴിക്കുന്നു, ഈ രീതിയിലാണ്. വേറെയും അർത്ഥമുണ്ട്, അതിപ്പോൾ പറയുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇത് കൺഫ്യൂഷൻ ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ എഴുതുന്നു ഈ രീതിയിൽ പഠിക്കുക. അപ്പോൾ അവൻ എഴുതുന്നു. ഒരു സെൻറ്റൻസ് നമ്മൾ ഉണ്ടാക്കി. ഹി ഏകവചനാണ്, അവൻ ഒരാളാണ്, സിംഗുലറാണ്. അപ്പോൾ പിന്നീട് വരുന്ന വെർബിൻ്റെ പ്രസൻറ്റ് രൂപം 3 രൂപത്തിലത്തെ ആദ്യത്തെ രൂപം എടുത്തു. അതിനോട് കൂടെ നമ്മുടെ വക ഒരു യെസ് ചേർത്തു. ഹി റൈറ്റ്സ്. അവൻ എന്താണ് എഴുതുന്നത് എന്ന് ചോദ്യം ചോദിച്ചു നോക്കൂ. അവനൊരു കത്താണ് എഴുതുന്നത്. എ ലെറ്റർ, ഒരു കത്ത്. ഹി റൈറ്റ്സ് എ ലെറ്റർ. അവനൊരു കത്ത് എഴുതുന്നു എന്നുള്ളൊരു സെൻറ്റൻസ് നമ്മൾ ഉണ്ടാക്കി. ഇതിന് നമുക്ക് സബ്ജക്റ്റ് ആവശ്യമായിട്ട് വന്നു, വെർബ് ആവശ്യമായിട്ട് വന്നു. പിന്നെ എ ലെറ്ററില്ലേ, ഇതിന് ഒബ്ജക്റ്റ് എന്ന് പറയാം. കർമ്മം, ഒബ്ജക്റ്റ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. കർമ്മം എന്ന് പറഞ്ഞാൽ ഈ പ്രവൃത്തി ചെയ്യുന്നത് ആരാണ്? ഹി, അവനാണ് ചെയ്യുന്നത്. അതിൻ്റെ ഫലം ചെന്ന് ചേരുന്നത്. ഇല്ലെങ്കിൽ അവൻ എന്താണോ ചെയ്യുന്നത് ആ പ്രവൃത്തിയിൽ, ആ ആക്ഷൻ എന്താണോ അവർ രണ്ടുപേരും കൂടി ചെയ്യുന്നത്, അങ്ങനെ മനസ്സിൽ ഇപ്പോൾ വിചാരിച്ചു വെച്ചാൽ മതി. കർമ്മം എന്ന് പറയുക. അതിൻ്റെ റിസൾട്ട് ചെന്ന് ചേരുന്നത് ഈ രണ്ടിൻ്റെ. എന്താ അവർ ചെയ്യുന്നത് ചോദിച്ചാൽ ഒരു കത്തെഴുതുക, അതാണ് കർമ്മം. അപ്പോൾ നമ്മളൊരു കംപ്ലീറ്റ് സെൻറ്റൻസ് ഉണ്ടാക്കി. നിയമങ്ങൾ, ഗ്രാമറിലത്തെ, വ്യാകരണത്തിൻ്റെ, ടെൻസിൻ്റെ, പ്രസൻറ്റ് സിമ്പിൾ ടെൻസിൻ്റെ നിയമങ്ങൾ പാലിച്ചിട്ട് എന്താണ്? അവനൊരു കത്തെഴുതുന്നു. അതിന് ഹി റൈറ്റ്സ് എ ലെറ്റർ. റൈറ്റ് എന്നല്ല, കാരണം ഹി എന്നുള്ളത് ഏകവചനമാണ്. അപ്പോൾ ഇതിലൊരു നിയമമാണ്, കർത്താവ് ഏകവചനമായിട്ട് വരികയാണെങ്കിൽ, ആദ്യത്തെ സെൻറ്റൻസിന് തുടക്കത്തിലുള്ള കർത്താവ് ഏകവചനമാണെങ്കിൽ പിന്നീടുള്ള വെർബിനോട് കൂടെ യെസ് ചേർക്കുക. യെസ് ചേർത്തിട്ട് കർമ്മം എഴുതി കഴിഞ്ഞാൽ ഈ പ്രസൻറ്റ് സിമ്പിൾ ടെൻസിലത്തെ ഒരു സെൻറ്റൻസായി മാറി. ഇവിടുത്തെ നിയമമാണ്, കർത്താവ് ഏകവചനമാണെങ്കിൽ പിന്നീടുള്ള വെർബിനോട് കൂടെ യെസ് ചേർത്തിട്ട് ഒബ്ജക്റ്റ് എന്താ? എ ലെറ്റർ. അതാണ്ട് എഴുതി കഴിഞ്ഞാൽ എന്തായി? പ്രസൻറ്റ് സിമ്പിൾ ടെൻസിലത്തെ ഒരു സെൻറ്റൻസായി. ഹി, ഷി, ഇറ്റ്, ഈ 3 പൊതുവെ ഏകവചനത്തിൽ വരാറ്. അല്ലാതെ ചില പേരുകൾ വരാം. ഇപ്പോൾ ശിവരാം ഒരാളാണ്. ശിവരാം ആൻഡ് രാമു 2 പേരായി, ബഹുവചനായി. അപ്പോൾ നിയമത്തിന് മാറ്റം വരും. അപ്പോൾ ഏകവചനമാകുമ്പോൾ മിക്കവാറും ഏകവചനമായിട്ട് വരുന്നത് ഹി, ഷി, ഇറ്റ് എന്നാണ്. ഇനി ഇതല്ലാതെ മറ്റുള്ള സബ്ജക്റ്റുകളും ഉണ്ടല്ലോ. 4 പ്രത്യേകം ഓർമ്മിച്ച് വെക്കുക. ഈ 3 കൂടാതെ വേറൊരു 4 പ്രത്യേകം ഓർമ്മിച്ച് വെക്കണം. ഐ, വി, യു, ദേ. ഐ, വി, യു, ദേ. ഐ ഞാൻ, വി നമ്മൾ, യു നിങ്ങൾ, ദേ അവർ. ഈ 4 പ്രസൻറ്റ് സിമ്പിൾ ടെൻസിൽ എപ്പോൾ വരുമ്പോഴും പിന്നീട് വരുന്ന വെർബിനോട് കൂടെ യെസ് ചേർക്കരുത്. ഐ, വി, യു, ദേ. ഈ 4 എപ്പോഴൊക്കെ പ്രസൻറ്റ് സിമ്പിൾ ടെൻസിൽ നമ്മൾ സെൻറ്റൻസ് ഉണ്ടാക്കുമ്പോഴും പിന്നീട് വരുന്ന വെർബിനോട് കൂടെ യെസ് ചേർക്കരുത്. ഇനിയിപ്പോൾ അവൻ എഴുതുക എന്നാണ് നമ്മൾ ഇതുവരെ പറഞ്ഞു. ഇനി ഞാൻ എഴുതുക എന്നാണ് പറയുന്നതെങ്കിലോ ഐ റൈറ്റ്, വെർബിനോട് കൂടെ യെസ് ചേർക്കരുത്. അപ്പോൾ ഞാൻ എഴുതുന്നു, എഴുതിക്കൊണ്ടിരിക്കുന്നു, എഴുതിയെന്നൊന്നും അർത്ഥമില്ല, വെറും എഴുതുന്നു എന്ന് പഠിച്ചു വെച്ചാൽ മതി. ഇനി യു റൈറ്റ്, നിങ്ങൾ എഴുതുന്നു. വി റൈറ്റ്, നമ്മൾ എഴുതുന്നു. ദേ റൈറ്റ്, അവർ എഴുതുന്നു. അപ്പോൾ ഇതിലൊരു നിയമം നമ്മൾ പഠിച്ചു. കർത്താവ് ഏകവചനമാണെങ്കിൽ പിന്നീട് വരുന്ന വെർബിനോട് കൂടെ യെസ് ചേർക്കണം. കർത്താവ് ബഹുവചനമാണെങ്കിൽ പിന്നീട് വരുന്ന വെർബിനോട് കൂടെ യെസ് ചേർക്കാൻ പാടില്ല. ഇനി കർത്താവ് ഹി, ഷി, ഇറ്റ് എന്നാണ് ഏകവചനമായിട്ട് മിക്കപ്പോഴും വരാറുള്ളത്. അതല്ലാതെ ചിലപ്പോൾ പേരുകളോ പൂവെന്നോ നായെന്നോ പട്ടിയെന്നോ പൂച്ചയെന്നോ ആകാശമെന്നോ വെള്ളമെന്നോ സിംഗുലറായിട്ട് വരുമ്പോൾ സിംഗുലറാണോ ഏകവചനാണോ ബഹുവചനാണോ എന്നാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. എപ്പോഴും പ്രസൻറ്റ് സിമ്പിൾ ടെൻസിൽ സബ്ജക്റ്റ് ഏകവചനാണോ, കർത്താവ് ഒന്നാണോ, ഒന്നിൽ കൂടുതലാണോ എന്ന് നോക്കണം. അതിനനുസരിച്ചിട്ടാണ് അടുത്ത് വരുന്ന വെർബിൽ മാറ്റം വരുത്തേണ്ടത്. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ള ടെൻസുമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.